നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദ്യകർത്താക്കളെ ക്ഷണിച്ചുകൊള്ളുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന നബി ചെയ്തിയാണോ? എങ്കിൽ അത് തെളിവ് സഹിതം ഒന്ന് വിശദീകരിച്ചാലോ? ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദുർ റസൂലില്ലാഹ്. നമസ്കാര ശേഷം ഉള്ള കൂട്ടുപ്രാർത്ഥന നബി ചര്യയാണോ? അതിനെ സംബന്ധിച്ച് ഒന്ന് വിശദീകരിച്ചാലോ? ഇതാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, നബി തങ്ങളുടെ പ്രവൃത്തി, നബി തങ്ങളുടെ അനുവാദം, ഇതിനാണ് നബി ചര്യ എന്ന് പറയുന്നത്. ഖൗലു നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫിഅലുഹു വതഖ്രീറുഹു. നബി തങ്ങളുടെ വാക്ക്, നബി തങ്ങളുടെ പ്രവൃത്തി, നബി തങ്ങളുടെ അനുവാദം, ഇതാണ് നബി ചര്യ. അപ്പോ ഇനി ഇവിടെ ഒരു വിഷയമുള്ളത്, നിസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന നബി ചര്യയാണോ, അഥവാ നബി തങ്ങളുടെ പ്രവൃത്തിയിലുണ്ടാവുകയോ നബി തങ്ങളുടെ പ്രവചനങ്ങളിൽ അതല്ലെങ്കിൽ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുകയോ നബി തങ്ങളുടെ അനുവാദത്തിന്റെ പരിധിയിൽ വരികയോ ചെയ്തിട്ടുണ്ടോ എന്നതാണ് ചോദ്യത്തിന്റെ വിശദമായ രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു സഹാബി നബി തങ്ങളോട് ചോദിച്ചു, അയ്യുദ്ദുആഇ അസ്മഉ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും സ്വീകരിക്കാൻ പര്യാപ്തമായ പ്രാർത്ഥനാലബ്ധിക്ക് കൂടുതൽ ഉത്തരം ലഭിക്കുന്ന സന്ദർഭം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പ്രധാനമായ ഒരു സന്ദർഭമായി ഉണർത്തിയത് ദുബുറ കുല്ലി സ്വലാത്തിൻ, നിസ്കാരത്തിന്റെ ഫിറകെ, പഴയ ഭാഷയിൽ. അപ്പൊ നിസ്കാരത്തിന്റെ ശേഷം ദുആ ഇരക്കുന്നത് കൂടുതൽ പുണ്യമുണ്ട്. അതിലാരും തർക്കമില്ല എന്ന് പറയാറുണ്ട്, തർക്കം ഉണ്ട് മറ്റൊരു വശം. ഇനി ആ ദുആ, ഒരാള് ദുആ ഇരന്ന് മറ്റുള്ളവരെ കൂടെ പരിഗണിക്കേണ്ടതുണ്ടോ, മറ്റുള്ളവർ ആമീൻ പറയേണ്ടതുണ്ടോ എന്നതാണ് സംശയം, അല്ലേ? ദുആ ഇരക്കുമ്പോൾ ഏത് ശൈലിയിലാവണം? ദുആഇന്റെ ഒരു ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് നബി തങ്ങൾ പറഞ്ഞത്? ലാ യജ്തമിഉ മലഉൻ, ഒരു വിഭാഗം ആളുകൾ ഒരുമിച്ച് കൂടി, ആ ഒരുമിച്ച് കൂടിയ സംഘം ഫയദഉ ബഅദുഹും, ഒരാൾ ദുആ ഇരന്ന് ബാക്കിയുള്ളവർ ആമീൻ പറഞ്ഞാൽ ഇല്ല അജാബഹുമുല്ലാഹ്, നബി തങ്ങൾ ഉത്തരം ചെയ്യും, ഏത് സംഘമാവട്ടെ. അവൻ നബി തങ്ങൾ പ്രാർത്ഥിക്കാൻ നിർദ്ദേശിച്ച സമയത്ത് നബി തങ്ങൾ പഠിപ്പിച്ച ശൈലി ഉപയോഗിച്ച് പ്രാർത്ഥന നടത്തുന്നതാണ് സുന്നികൾ നിർവഹിക്കാനുള്ളത്. അഥവാ നബി തങ്ങളുടെ ഖൗലിൽ ഇത് ഉൾപ്പെട്ടു എന്നർത്ഥം. ഇനി നോക്കൂ നിങ്ങൾ, സഹീഹ് മുസ്ലിമിൽ മറ്റൊരു ഹദീസ്, കിതാബുൽ മസാജിദ് വ മവാലിഉസ് സലാത്ത് എന്ന് പറയുന്ന അധ്യായത്തിൽ ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊരു വീട് നിർമ്മിച്ചു, അതിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് പള്ളി, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യയോടൊത്ത് ഇവിടെ നിസ്കരിക്കും, കാരണം ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറേ ദൂരമുള്ള പള്ളിയിലേക്ക് പോവാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഒരു നബിത്തങ്ങളൊന്ന് ഉദ്ഘാടനം ചെയ്ത് എനിക്ക് നിസ്കാരത്തിനുള്ളൊരു മാതൃക കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലെത്തി, ഐന ഉസല്ലി ഫി ബൈതിക,
നിങ്ങൾക്ക് ഇനിയുള്ള ശിഷ്ടകാലം നിസ്കരിക്കാൻ ഞാൻ ഏത് സ്ഥലമാണ് തെരഞ്ഞെടുത്തു തരേണ്ടത്, ഞാൻ എവിടെയാണ് നിസ്കരിച്ച് ഉദ്ഘാടനം ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന് ഒരു ഭാഗം കാണിച്ചു കൊടുത്തു, ഒരു പ്രയർ ഏരിയ. ആ പ്രയർ ഏരിയയിൽ നിസ്കരിക്കാനുള്ള ആ സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്നു. അതിനുശേഷം എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും, വലിയ അഹ്ലു ബൈത്ത് എല്ലാവർക്കും വേണ്ടി ആ നിസ്കാരത്തിന്റെ ശേഷം ദുആയിരുന്നിരുന്നു എന്ന് വളരെ വ്യക്തമായി സഹീഹ് മുസ്ലിമിലും ഉണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ വസിയ്യത്ത് ചെയ്യുന്നു, ഫർള് നിസ്കാരാനന്തരം കൂട്ടുപ്രാർത്ഥന നടത്താൻ. അഥവാ ഭാര്യയുമായി നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിന്റെ ശേഷം ബഹുമാനപ്പെട്ടവരോട് നബി തങ്ങൾ കൽപ്പിച്ചു ദുആയിരക്കാനും ആമീൻ പറയാൻ ഭാര്യയോടും കൽപ്പിച്ചത് കിതാബുൽ ഹില്യ. ഇബ്നു തൈമിയ്യ അടക്കം വമിൻ അജ്ബദിൽ കുതുബി നല്ല ഗ്രന്ഥമാണ് എന്ന് പരിചയപ്പെടുത്തിയതിൽ 3 പരമ്പരയോടുകൂടെ ഈ സംഭവവും ഉദ്ധരിച്ചിട്ടുണ്ട്. മുൻകഴിഞ്ഞ ഉലമാക്കളൊക്കെ അങ്ങനെ നിർവഹിച്ചിട്ടുണ്ട്. 1940 മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ ആ ശൈലിയിൽ നിർവഹിക്കുന്നവരാണെന്ന് ഇബ്നുൽ വർദി റളിയല്ലാഹു അൻഹു തന്റെ കിതാബുൽ ഇഅ്ലാമിലും ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.